ജസ്റ്റ് കർവ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ കളർ ഗ്രേഡ് ചെയ്യാം. ആദ്യം നമുക്കൊരു 3 നോഡ് ക്രിയേറ്റ് ചെയ്യാം. ആൾട്ട് എസ് പ്രസ് ചെയ്ത് ഒരു 3 നോഡ് ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആദ്യത്തെ നോഡിൽ നമുക്കിതിൻ്റെ ലൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫുട്ടേജിൽ എന്തെങ്കിലും വൈറ്റ് ബാലൻസിൻ്റെയോ ലൈറ്റിൻ്റെയോ ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ആദ്യം കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഇതിൻ്റെ ലൈറ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? കർവ് തന്നെയാണ്. അപ്പോൾ കർവ് ടൂളിൽ കസ്റ്റം എന്ന് പറയുന്ന ഈ ആദ്യത്തെ ടൂൾ അതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിൽ ഈ ഒരു താഴത്തെ ഭാഗം ഷാഡോ ആണ്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യാണ്. ശക്കല ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ബ്ലാക്ക് കുറച്ചും കൂടി നല്ല ബ്ലാക്ക് ആവും. അത് കഴിഞ്ഞിട്ട് ഈ മുകളിൽ കാണുന്ന ഹൈലൈറ്റിൻ്റെ ഏരിയയിൽ നിന്നും കുറച്ചൊന്ന് ഡൗൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഹൈലൈറ്റ് ഉണ്ടല്ലോ കുറച്ച് കട്ടാവുകയും ചെയ്യും, അതുപോലെ സോഫ്റ്റും ആവും കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇത് മിഡ് ടോൺ ആണ്. ഈ ഒരു ഏരിയ കുറച്ച് ഇങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഷാഡോ ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കൊരു പോയിന്റ് ഇട്ടിട്ട് പതുക്കെ ഒന്ന് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മിഡ് ടോണും ഷാഡോയും കൂടി ഒന്ന് കട്ടായി വരുന്ന കണക്ക് തോന്നും. മിഡ് ടോൺ ലൈറ്റ് കയറുന്ന കണക്കും തോന്നും കണ്ടോ. ഓക്കെ, നോക്കിയോ, കണ്ടോ, ഒരു ഈവൻ ലൈറ്റ് ആക്കി എടുത്തു നമ്മൾ. എന്നിട്ട് ഷാഡോ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് പതുക്കെ ഒന്ന് പിടിച്ചു കൊടുത്താൽ ഷാഡോ കയറും കേട്ടോ. മിഡ് ടോണിൻ്റെ ഏരിയയിലോട്ട് പതുക്കെ ഇങ്ങനെ ഈ പോയിന്റിനെ മാറ്റി കൊടുത്താൽ മതിയേ. ഇനി ഈ ഒരു താഴത്തെ പോയിന്റില്ലേ, അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റൈറ്റിലോട്ട് പിടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ബ്ലാക്ക് ടൈറ്റ് ആയിക്കോളും. ഓക്കെ, മതി, ഇങ്ങനെ നിൽക്കട്ടെ. ഇനി നമുക്ക് പിന്നീട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി രണ്ടാമത്തെ നോഡ് സെലക്ട് ചെയ്തിട്ട് ഇതിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ കാണുന്ന വാട്ടർ ഉണ്ടല്ലോ, ഫുൾ വാട്ടറിന്റെ കളർ നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നിങ്ങൾ ഈ ഫേസും കൂടി ചേഞ്ച് ആവും. ഇപ്പം നിങ്ങളത് നോക്കണ്ട, ഇപ്പം വാട്ടറിന്റെ കളർ മാത്രം നോക്കിയാൽ മതി. എന്നിട്ട് ഇവിടെ കർവ് ടൂളിൽ വരിക. അതും നമ്മൾ കർവ് തന്നെയാണ് ഫുള്ള് ചെയ്യാൻ പോകുന്നത്. കർവ് ടൂൾ വന്നിട്ട് ഇവിടെ ഇത് ലിങ്ക് ആയി കിടക്കും, ഇതിനെ അൺലിങ്ക് ചെയ്യുക. ഇവിടെ ഞെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഏതെങ്കിലും ഒരു RGBയുടെ ഈ ഒരു ഐക്കണിൽ ഞെക്കിയാലും ഇത് അൺലിങ്ക് ആവും കേട്ടോ. എന്നിട്ട് ഗ്രീൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ഈ ലൈൻ ഗ്രീൻ മാത്രമായിട്ട് വരും, ബാക്കിയൊന്നും സെലക്ട് ആവില്ല. എന്നിട്ട് നമ്മൾ പതുക്കെ ഈ ഒരു ഗ്രീൻ സെൻറ്ററിൽ നിന്നും സെൻറ്റർ ഭാഗത്ത് പിടിച്ചിട്ട് പതുക്കെ ഒന്ന് ലിഫ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഹൈലൈറ്റും ഷാഡോ ഒക്കെ ഈവൺ ആയിട്ട് പൊങ്ങി മുകളിലോട്ട് വരും. ഒരുപാട് വേണ്ട, ഒരു ലിമിറ്റ് ഇട്ട് ഹൈറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ നിൽക്കട്ടെ. ഇനി നമുക്കിതിൽ ബ്ലൂ സെലക്ട് ചെയ്യാം. ഇവിടെ ബ്ലൂ വന്നിട്ടുണ്ട്. ഇനി ബ്ലൂ നമുക്ക് ഇവിടെ ഷാഡോയുടെ ഏരിയയിൽ കുറച്ച് ഫോക്കസ് ചെയ്ത് നമുക്കിത് ഹൈറ്റ് ചെയ്യാം. ഒരു ശകലം ഞാൻ ഹൈറ്റ് ചെയ്തേ. ഗ്രീനും കൂടി ശകലം ഒന്ന് നമുക്ക് ഹൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് റെഡ് സെലക്ട് ചെയ്തിട്ട് റെഡിനെ ഒരു ലൈറ്റിൻ്റെ ഏരിയയിൽ, അതായത് മിഡ് ടോണിൽ നിന്ന് കുറച്ചുകൂടി ഇങ്ങോട്ട് മാറി ഹൈലൈറ്റിൻ്റെ ഏരിയയിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് അപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു നല്ലൊരു കളർ കയറി വരുന്ന കാണാം, കണ്ടോ. ഓക്കെ, ഇനി ഗ്രീനും കൂടി അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് കളറാണോ ഈ വാട്ടറിന് വരേണ്ടത് അത് ഫോക്കസ് ചെയ്യാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഞാൻ ഒന്ന് കളറൊന്ന് പിടിക്കട്ടെ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ. ഓക്കെ, ഇപ്പം ഞാൻ ഒരുവിധം വാട്ടറിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫേസും കൂടി എഫക്ട് ചെയ്തിട്ടുണ്ട്. ഫേസ് മാത്രം നമുക്ക് സെലക്ട് ചെയ്യാൻ അറിയാം. എന്താണ്, ക്വാളിഫയർ ടൂൾ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഞാൻ മൂന്നാമത്തെ നോഡ് സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ക്വാളിഫയർ എടുക്കുന്നു. ഈ ഒരു ടൂൾ മാത്രമാണ് സെലക്ഷൻ വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. കളറിങ്ങിന് മറ്റേത് തന്നെയാണ് വീണ്ടും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ക്വാളിഫയർ എടുക്കുന്നു, സ്കിൻ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഷിഫ്റ്റ് എച്ച് പ്രസ് ചെയ്ത് സെലക്ഷൻ നോക്കുന്നു. എന്നിട്ട് സ്കിന്നുള്ള ഏരിയ ഒന്ന് ആദ്യം സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ പ്ലസ് ടൂൾ ഉണ്ട്, പ്ലസ് ടൂൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഫുള്ളൊന്ന് സെലക്ട് ചെയ്യുക. നമ്മൾ സ്കിൻ ടോൺ സെലക്ട് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടാൽ മതി, നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും കേട്ടോ. ഈ സ്കിൻ മാത്രം സെലക്ട് ചെയ്യരുത്, നമുക്ക് ഈ ഹെയറും എല്ലാം കൂടി വരുന്ന രീതിയിലൊരു സെലക്ഷനാണ് നിങ്ങൾ എടുക്കേണ്ടത് കേട്ടോ. എങ്കിലേ നമുക്ക് ആ ഒരു കളർ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരുവിധം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് പിന്നീട് വേണമെങ്കിൽ നമുക്ക് മാറ്റാമല്ലോ, അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ കിടക്കട്ടെ. ഇനി നമ്മൾ സ്കിൻ ടോണിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോകണം. അതിനായിട്ട് വീണ്ടും നമ്മൾ കർവ് ടൂളിൽ തന്നെ പോകുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ നിങ്ങൾക്ക് അറിയാം ഗ്രീൻ ആണ് കയറി കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ഗ്രീൻ സെലക്ട് ചെയ്തിട്ട് ഗ്രീൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കാം. ശകലം ഡൗൺ ചെയ്തിട്ട് റെഡ് എടുക്കുക. റെഡ് എടുത്തിട്ട് റെഡ് പതുക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ബ്ലൂ എടുത്തിട്ട് ശകലം ബ്ലൂ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരുവിധം ഞാനൊന്ന് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഫുള്ള് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേഞ്ച് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഷിഫ്റ്റ് എച്ച് പ്രസ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു കളർ മാത്രമായിട്ട് ഭയങ്കരമായിട്ട് എറിച്ചിരിക്കുന്നില്ലേ, അതായത് ബാക്കിലുള്ള ആ ഒരു വാട്ടറിൻ്റെ ഇത്. അപ്പോൾ അത് നമുക്ക് കുറയ്ക്കാനായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനായിട്ടോ വളരെ സിമ്പിളായിട്ട് പറ്റും. അതിവിടെ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഈ ഒരു കർവ് ടൂളിൽ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ കാണിച്ചു തരാം. കണ്ടോ, നമ്മൾ നേരത്തെ പിടിച്ചു വെച്ച ആ ഒരു സ്കിൻ ടോൺ എഫക്റ്റ് ചെയ്യുന്ന കണ്ടോ.
പക്ഷെ അതൊരു പ്രശ്നമല്ല, നമുക്ക് തിരിച്ചിവിടെ വന്നു കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ ഏരിയയിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഈ ഒരു കളർ ഒന്ന് കുറച്ചുകൂടി ഒന്ന് ഡൗൺ ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, കളർ ഒരുവിധം ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഫേസ് ഒക്കെ എഫക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ തിരിച്ച് സ്കിന്നിൻ്റെ ആ ഒരു നോഡിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്വാളിഫയർ എടുക്കുക. ക്വാളിഫയർ എടുത്തിട്ട് പ്ലസ് എടുത്തിട്ട് നമ്മൾ ഷിഫ്റ്റ് എച്ച് പ്രസ് ചെയ്ത് അതിൻ്റെ സെലക്ഷൻ എടുക്കുക. എന്നിട്ട് ആ ഒരു സ്കിൻ ഏരിയ ബാക്കി കൂടി സെലക്ട് ചെയ്യുക. ഓക്കെ, ഞാൻ കുറച്ച് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റെഡ് നിങ്ങൾക്ക് കാണാം, ഇവിടെ റെഡ് ആയിട്ട് കിടപ്പുണ്ട്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് തിരിച്ച് നമ്മുടെ കർവ് ടൂളിൽ വന്നിട്ട് നമുക്ക് ഈ ഒരു ഫേസിലെ റെഡൊക്കെ ഒന്ന് കുറച്ച് സ്കിൻ ടോൺ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, ഒരുവിധം ഒന്ന് ഞാൻ സ്കിൻ ടോൺ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷിഫ്റ്റ് എച്ച് പ്രസ് ചെയ്യാം. ഫൈൻ, ഓക്കെ അല്ലേ. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് നോക്കിയാലോ. കണ്ടോ, ഇങ്ങനെ ഇരുന്നാണ് നമ്മൾ ഇതുപോലെ കളർ ഗ്രേഡ് ചെയ്തു. ഇനി കുറച്ചും കൂടി ഇതിനൊന്ന് ബൂസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഒരു നോഡ് കൂടി ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് വീണ്ടും കർവിൽ തന്നെ വന്നിട്ട് കർവിൽ നമുക്ക് ഈ ഒരു ഷാഡോയുടെ ഏരിയ കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ടൈറ്റ് ചെയ്തിട്ട് മിഡ് ടോണിൻ്റെയും ഷാഡോയുടെയും ഏരിയയിൽ സെൻറ്ററിൽ ഒരു പോയിന്റ് എടുത്തിട്ട് നമ്മൾ പതുക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ ഒരു ഹൈലൈറ്റിൻ്റെ ഏരിയ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ ഈ ഒരു ഹൈലൈറ്റിൻ്റെ ഏരിയ കുറച്ചൊന്ന് ഡൗൺ ചെയ്യാം കേട്ടോ. ഓക്കെ, ഓവറോൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ വരുത്തിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ആഫ്റ്റർ ബിഫോർ നോക്കിയാലോ. ഇത് ഇങ്ങനെയായിരുന്നു നമ്മുടെ ഫുട്ടേജ് ഉണ്ടായിരുന്നത്. അത് നമ്മൾ കർവ് ടൂൾ മാത്രം ഉപയോഗിച്ചിട്ട് ഇതുപോലെ ആക്കി. സോറി, നമ്മൾ ക്വാളിഫയർ ഉപയോഗിച്ചു, അത് സ്കിൻ സെലക്ട് ചെയ്യാനാണ്. ബാക്കി അഡ്ജസ്റ്റ്മെന്റുകളെല്ലാം നമ്മൾ കർവ് ടൂളിൽ മാത്രമാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കർവ് ടൂൾ അത്രയും പവർഫുൾ ആണ്. നിങ്ങൾക്ക് ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയ ഒരു ഓൾ ഇൻ ഓൾ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു കർവ് ടൂൾ എന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനിയും കുറേ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റും ഇതിനകത്ത്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു മാസ്കിൻ്റെ ടൂളില്ലേ, നമ്മളെ വിൻഡോ എടുത്തിട്ട് ഒരു സർക്കിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വിഗ്നെറ്റ് ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? അതിനും ഈ ഒരു കർവ് ടൂൾ ഉപയോഗിച്ചാൽ മതി വിഗ്നെറ്റ് കയറ്റാനായിട്ട്. അതുകൂടി ഞങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് ഒരു നോഡ് കൂടി ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മളെ വിൻഡോയിൽ വന്നിട്ട് ഒരു റൗണ്ട് ഒന്ന് ആഡ് ചെയ്യാം. എന്നിട്ട് അതിനെ കുറച്ചൊന്ന് വലുതാക്കി വയ്ക്കുക. മാസ്കിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടാൽ കേട്ടോ, ചാനലിൽ കാണും. ഓക്കെ, ഇങ്ങനെ കുറച്ചുകൂടി വലുതാക്കി വയ്ക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു റൗണ്ട് ഇപ്പോൾ ഇതിനകത്താണ് സെലക്ഷൻ കിടക്കുന്നത്. ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന ഇൻവേർട്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ വെക്കുമ്പോൾ തിരിച്ചുള്ള സെലക്ഷൻ ആവും, പുറത്തുള്ള ഭാഗം സെലക്ഷൻ ആവും, ഇതിനകത്ത് ഹൈഡ് ആവും. മനസ്സിലായോ? ഇനി എഫക്ട് ചെയ്യാൻ പോകുന്ന തിരിച്ച് പുറത്തുള്ള ഭാഗത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്താലും എഫക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പിന്നും കർവ് ടൂളിലോട്ട് വരിക. എന്നിട്ട് കുറച്ചൊന്ന് നമുക്ക് ലൈറ്റ് ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കാം. ഡൗൺ ചെയ്യുമ്പോൾ ഇച്ചിരി ഭയങ്കര ടൈറ്റായിട്ട് റൗണ്ട് വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ ഒരു വിൻഡോയിൽ പോയി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സോഫ്റ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ഇവിടെ പിടിച്ച് മൂവ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഈ കാണുന്ന ഡോട്ടുകളിൽ മൂവ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ സിമ്പിളായിട്ട് ഈ വലതുവശത്ത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നമുക്ക് കുറച്ചുകൂടി ഷാഡോ കൂടി ഒന്ന് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അറ്റത്ത് നല്ല ടൈറ്റായിട്ട് കിടക്കട്ടെ. ഓക്കെ, ഫൈനലായിട്ട് ഒരു മാസ്കും കൂടി നമ്മൾ ഓവറോൾ കൊടുത്തൊരു വിഗ്നെറ്റിൻ്റെ ഒരു എഫക്റ്റ് കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഓഫ് ചെയ്ത് നോക്കിയാലോ. ഇങ്ങനെ ഇരുന്ന വീഡിയോ ആണ് നമ്മൾ ഇങ്ങനെ ആക്കിയത്. നിങ്ങൾ ഇനിയും ടൈം എടുത്തു കഴിഞ്ഞാൽ ഒരു കർവ് ടൂൾ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ഇതിനേക്കാൾ മാരകമായിട്ട് കളർ ഗ്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കർവ് ടൂൾ അത്രയും മാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണെന്ന് മനസ്സിലാക്കുക. അതിനുവേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഇത് മാത്രം ഫോളോ ചെയ്യണമെന്നല്ല, നമ്മുടെ കർവ് ടൂൾ എത്രമാത്രം പവർഫുൾ ആണെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാവണം. അതിനാണ് ഇത് ചെയ്തത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്തോളൂ. എന്തെങ്കിലും സജഷൻസോ അടുത്ത വീഡിയോയുടെ റിക്വസ്റ്റോ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്തോളൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.